ഹലോ ഗൈസ്, എനിക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് മുരിങ്ങയില കിട്ടി കേട്ടോ. അപ്പോൾ അത് വെച്ച് ഒരു വെറൈറ്റി തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഇത്രയും ഇൻഗ്രീഡിയൻസിൻ്റെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ അതിൽ ഉപ്പിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു, ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പോൾ ഈ മിക്സിങ് ആണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയമെടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ മഴയൊക്കെ ആയിട്ട് നമുക്ക് എന്താ പറയുക, വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു സ്റ്റേജാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് വെറൈറ്റി ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ അടുപ്പ് കത്തിച്ചു. അപ്പോൾ അതിൽ പാൻ വെച്ചു. അതിൽ വൃത്തിയായിട്ട് പാൻ കഴുകിയിട്ടാണ് വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് പാൻ വെച്ച് കുറേ നേരമായപ്പോൾ ചട്ടി ചൂടാകുന്നില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അതിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വെള്ളം ഞാൻ കളഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചട്ടി നല്ലതായിട്ട് ചൂടായത് കേട്ടോ. അപ്പോൾ ചട്ടി നല്ലതായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക് ഇട്ടു. അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ല വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഇറച്ചിയായിരുന്നു. അപ്പോൾ ഉച്ചക്ക് നമുക്ക് എന്താ പറയുക, ഒരു പച്ചക്കറി തോരനാക്കാം എന്ന് വിചാരിച്ചു. രാത്രിയിൽ ബീഫ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ എണ്ണയൊക്കെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കടുക് വരെയല്ലേ പറഞ്ഞത്. എണ്ണയൊക്കെ നല്ല രീതിയിൽ ചൂടായി വന്ന് നമ്മൾ ഇതിൽ എനിക്കൊരു കോള് വന്നായിരുന്നു കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? അപ്പോൾ ഞാനും എൻ്റെ മോനും നമ്മുടെ ഫാമിലി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. എല്ലാവരും പെരുന്നാളടിച്ച് പൊളിച്ചോ? നമ്മൾ കടുക് ഇട്ടു. കടുക് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അടുത്തത് എന്താണ് ചെയ്യാൻ പോണതെന്ന് നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ എനിക്കും നമ്മുടെ ഫാമിലിയിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കറികളുടെ ആവശ്യമൊന്നും ഞങ്ങൾക്ക് ഇല്ല. എന്തെങ്കിലും ഒരു കറിയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ഒരു കറി കൊണ്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. കാര്യം ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെയാണ്. ഒരുപാട് കറികളുണ്ടെങ്കിലും അതിൽ നല്ല ഒരു കറി കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത്. എല്ലാ കറിയും ഞാൻ എടുക്കില്ല. അതിലിഷ്ടപ്പെട്ട ഒരു കറി എടുത്തിട്ടായിരിക്കും ഞാൻ ചോറ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെയാണ്. എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ കറിയിലേക്ക് വരാം. അപ്പോൾ അതിൽ മുട്ട ഒഴിച്ചു. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ ചൂടായിട്ട് വരേണ്ട മുട്ട ഒരു പരുവം ആകുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ മുരിങ്ങയിലയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇല ഒന്ന് വാടി കഴിയുമ്പോൾ തന്നെ നമ്മുടെ കറി റെഡിയാവും. എല്ലാം നമ്മൾ അതിൽ തന്നെ ചേർത്തിട്ടുണ്ട്. എരിവിനായിട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ തീ കുറച്ചിട്ടിട്ട് നല്ല രീതിയിൽ എങ്ങനെയാണോ നമ്മൾ എത്ര പരുവാണ് നമുക്ക് എടുക്കേണ്ട ആ രീതിയിൽ മിക്സ് ചെയ്യുക. ഒരുപാട് നമ്മൾ തീയിലിട്ട് ചെയ്യുകയാണെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് പോകുന്നതാണ്. നമുക്ക് ഏത് ഇലക്കറിയാണെങ്കിലും കഴിക്കുമ്പോൾ ഒരുപാട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മുരിങ്ങയില പറ്റി പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ ഈ പീരീഡ്സ് ടൈമിലുള്ള പെയിനൊക്കെ കുറയ്ക്കാൻ മുരിങ്ങയില തോരൻ കഴിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പലരുമായിട്ട് ഷെയർ ചെയ്യുമ്പം എൻ്റെ മോൻ്റെ സ്കൂളിലത്തെ ടീച്ചേഴ്സൊക്കെ പറയാറുണ്ട് മുരിങ്ങയില നല്ലതാണെന്ന്. അപ്പോൾ അതാ നമ്മൾ ചൂട് ചോറെടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ടു. അപ്പോൾ നല്ല കറിയാണ് കേട്ടോ. വേറെ ഒന്നും നമുക്ക് വേണ്ട, വേറെ ഒരു കറിയും വേണ്ട. ഈ ഒറ്റ കറി കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ, ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മുരിങ്ങയില
റെഡിയായത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാത്തൊരു ഡിഷാണേ. നമ്മൾ വൈകുന്നേരം ഇപ്പോൾ കുറച്ച് ബീഫ് എടുത്ത് ഫ്രൈ ചെയ്ത് കേട്ടോ. അപ്പോൾ അതാ ഷെയാനിരുന്ന് കഴിക്കുവാണ്. അപ്പോൾ മോന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇന്നലെ ബിരിയാണി ഉണ്ടാക്കി, കറി വെച്ചു. അപ്പോൾ അങ്ങനെ ഇന്നപ്പോൾ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞങ്ങൾ ഫ്രൈ ചെയ്ത് ഞാനും ഷെയാമോനും കൂടെ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഇലക്കറി വെച്ചുകൊണ്ട് പിന്നെ നമുക്ക് മടുത്തില്ല. പിന്നീട് നമുക്ക് മടുപ്പുണ്ടായിരുന്നില്ല. നമുക്ക് ഉച്ചക്കും രാവിലെയും വൈകിട്ടും ഇറച്ചിയാകുമ്പോൾ മടുപ്പുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വൈകിട്ട് ഇറച്ചി ഫ്രൈ ചെയ്ത് കഴിച്ചുകൊണ്ട് മടുപ്പുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ള എൻ്റെ വീഡിയോ കേട്ടോ.